കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും സ്വന്തമായിട്ട് ഒരു പച്ചക്കറി തോട്ടം വീട്ടിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പലരും കൃഷി ചെയ്യുന്നവരുമുണ്ട്, ഇനിയിപ്പോൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. പലരും കൃഷി ചെയ്ത് പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ വിജയിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പച്ചക്കറി തോട്ടം, അടുക്കളപ്പുറത്ത് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ പച്ചക്കറി തോട്ടം ഒരുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അത്യാവശ്യത്തിനുള്ള നല്ല പച്ചക്കറികൾ കിട്ടും എന്നത് തന്നെ പ്രധാന ഗുണം. ആദ്യം നമ്മളിത് നന്നാക്കിയെടുക്കണം. എന്നാൽ അടുക്കള തോട്ടം ചിലപ്പോൾ നന്നാവണം എന്നില്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തോട്ടം നന്നാക്കിയെടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥലം, അടുക്കളയോട് ചേർന്നുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ശ്രദ്ധ കിട്ടാൻ എളുപ്പമായിരിക്കും. സൂര്യപ്രകാശം, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്താൻ മറക്കരുത്. പാത്രം കഴുകുന്നതും അലക്കുന്നതുമായ വെള്ളമോ ചൂടുവെള്ളമോ തോട്ടത്തിലേക്ക് ഒഴിക്കരുത്. പടർന്നു കയറുന്ന പച്ചക്കറികൾ തിരഞ്ഞെടുത്താൽ സ്ഥലം ഏറെ ലാഭിക്കാം. ഉദാഹരണം വള്ളിപ്പയർ, കോവയ്ക്ക. ഒരേ ഇനം പച്ചക്കറികൾ അടുത്തടുത്ത് നടാതിരിക്കുന്നതാണ് നല്ലത്. കീടബാധയുണ്ടായാൽ എളുപ്പം എല്ലാത്തിനെയും ബാധിക്കും. ഒരുപാട് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല, പകരം ആവശ്യത്തിന് നനച്ചു കൊടുക്കണം. ദീർഘകാലം വിളവ് തരുന്ന പച്ചക്കറികൾ നടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത്തരം വിളകൾ കൂടി തോട്ടത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കൃഷി ചെയ്യുന്നവർ ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.